എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള അല്ലെങ്കിൽ രാജസ്ഥാൻ നിർമ്മിത സർവീസ് ബസിൻ്റെ റീബോഡി ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ തെങ്ങണായിൽ പ്രവർത്തിക്കുന്ന റോയൽ ബോഡി വർക്ക്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ ബസിൻ്റെ റീബോഡി നിർമ്മാണം നടക്കുന്നത്. വളരെയേറെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് റോയൽ ബോഡി വർക്ക്സ്. ഈ സ്ഥാപനത്തിൽ കൂടുതലും സർവീസ് ബസിൻ്റെ പാച്ച് വർക്ക്, പെയിൻറ്റിംഗ്, റീബോഡി വർക്കുകൾ എന്നിവയാണ് ചെയ്തു വരുന്നത്. ഈ സ്ഥാപനത്തിൽ മറ്റു നിരവധി അന്യസംസ്ഥാന ബസ്സുകളുടെ നിർമ്മാണം നടത്തിയിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് റീബോഡി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നത്. രാജസ്ഥാൻ സർക്കാരിനു വേണ്ടി സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് ബസ്സുകൾ സർവീസ് നടത്തുന്നു. രാജസ്ഥാൻ കൂടാതെ ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലും ഈ സംവിധാനമാണ് ഉള്ളത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ അതാത് സംസ്ഥാനത്തിനു വേണ്ടി സർവീസ് നടത്തുന്നു. എട്ടു വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്ന ബസ്സുകൾ ഈ സർവീസ് നടത്താൻ സാധിക്കില്ല. അതാണ് അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ നിയമം. ആയതിനാൽ 8 വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്ന ബസ്സുകൾ കണ്ടം ചെയ്യുകയോ അല്ല എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആവശ്യക്കാർക്ക് വിൽക്കുകയോ ചെയ്യുന്നു. എന്നാൽ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം നിലവിൽ ഓരോ ബസ്സുകൾക്കും ഓരോ ബോഡി കോഡുകളുണ്ട്. ആ നിയമപ്രകാരം 2016 6-ാം മാസത്തിനു ശേഷം ഉള്ള അന്യസംസ്ഥാന ബസ്സുകൾ കേരളത്തിൽ റീബോഡി ചെയ്യുമ്പോൾ സൈഡ് ഷട്ടറുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. സൈഡ് ഷട്ടറുകൾക്ക് പകരം സ്ലൈഡിംഗ് ഗ്ലാസുകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. (2016) 6-ാം മാസം മുതലാണ് സെൻസർ സംവിധാനത്തിലുള്ള ബസ്സുകൾ കേരളത്തിൽ സർവീസ് നടത്തി തുടങ്ങിയത്. എന്നാൽ 2016 6-ാം മാസത്തിന് മുമ്പുള്ള അന്യസംസ്ഥാന ബസ്സുകൾ റീബോഡി ചെയ്യുമ്പോൾ ഈ നിയമം ബാധകമല്ല. ആ മോഡലിൽ ഉള്ള വാഹനങ്ങൾക്ക് സൈഡ് ഷട്ടറുകൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്താൻ സാധിക്കുന്നതാണ്. സൈഡ് ഷട്ടറുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ബസിൻ്റെ റീബോഡി നിർമ്മാണമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ മുകൾ ഭാഗം നിലനിർത്തി ബാക്കി എല്ലാ ഭാഗങ്ങളും പുതിയതായി നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ വാഹനത്തിൻ്റെ സീറ്റുകളെല്ലാം അഴിച്ചുമാറ്റി പ്ലാറ്റ്ഫോം എല്ലാം തന്നെ നീക്കം ചെയ്തു. സൈഡ് ഗ്ലാസുകളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സൈഡിൽ വന്നിരിക്കുന്ന തകിടുകൾ, സൈഡ് റീപ്പകൾ എല്ലാം തന്നെ നീക്കം ചെയ്തു. പിന്നീട് ബസിൻ്റെ മുൻവശവും പിൻവശവും എല്ലാം തന്നെ നീക്കം ചെയ്തു. കേരളത്തിലെ പ്രമുഖ ബസ് ബോഡി നിർമ്മാതാക്കളാണ് കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റ്. ഈ വാഹനത്തിൻ്റെ പുനർനിർമ്മാണവും കൊണ്ടോടി മോഡലിലാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് ബസിൻ്റെ സ്ട്രക്ചർ നിർമ്മാണമാണ് നടത്തുന്നത്. ഈ വാഹനത്തിൻ്റെ പുറംവശം കാണുന്നത് പോലെയല്ല ഈ വാഹനത്തിൻ്റെ നിർമ്മാണം നിലവിൽ നടത്തിയിരുന്നത്.
നല്ല ക്വാളിറ്റിയിലുള്ള പൈപ്പുകളും തകിടുകളും ഉപയോഗിച്ചാണ് ഈ വാഹനത്തിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആയതിനാൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ചാനലുകൾ വീണ്ടും ഉപയോഗിക്കുകയാണ്. ബോഡി നിർമ്മാണത്തിൻ്റെ എല്ലാ നിയമവശങ്ങളും അളവുകളും അതേപടി അനുസരിച്ചാണ് ഈ ബസിൻ്റെയും പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള തകിടുകളും സ്ക്വയർ പൈപ്പുകളും ഉപയോഗിച്ചാണ് ഈ വാഹനത്തിൻ്റെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു സ്ട്രക്ചർ ആയതിനു ശേഷം സൈഡിൽ വരുന്ന ക്രോസ് പൈപ്പുകൾ ഫിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്നു. കൂടാതെ ബസിൻ്റെ ഷട്ടറിന് മുകളിലുള്ള ഉരുള ഒരു ഷേപ്പ് ആകത്തക്ക രീതിയിൽ അവിടെയും ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഷട്ടറിന് മുകളിലുള്ള ആ ഉരുൾഭാഗം നല്ല ഷേപ്പിൽ വന്നെങ്കിലേ ബസ് നിർമ്മിച്ചതിന് ശേഷം ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. ആ ഷട്ടർ ഉരുളുകൾ അതേപടി നിർത്തി തന്നെ നിരവധി ബസ്സുകൾ റീബോഡി ചെയ്തതായി കണ്ടിട്ടുണ്ട്. കൂടാതെ ഷട്ടറിൻ്റെ ഭാഗത്തിനു താഴെയുള്ള ആ പൈപ്പുകൾ അതേപടി നിലനിർത്തി ഷട്ടർ വരുന്ന ഭാഗം മാത്രം അളവുകളനുസരിച്ച് നിർമ്മിച്ച ബസ്സുകളും കണ്ടിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ബസ്സുകൾ പുനർനിർമ്മാണം നടത്തി സ്വന്തം സർവീസിനായി ഉപയോഗിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിൽക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കേരള മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം ഈ ബസിൻ്റെ പുനർനിർമ്മാണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബസിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് സിംഗിൾ ഗ്ലാസ് ആയിരിക്കണം. ബാക്ക് വശത്ത് എമർജൻസി എക്സിറ്റ് ഗ്ലാസുകൾ വേണം. സൈഡ് എയർ ഡോറുകൾ ആവശ്യമാണ്. ബസിൻ്റെ പ്ലാറ്റ്ഫോം മുതൽ ടോപ്പ് വരെയുള്ള അകലം കൃത്യമായി പാലിക്കണം. ഫുട്ബോർഡുകളുടെ സ്റ്റെപ്പുകളുടെ ഉയരം കൃത്യമായി പാലിക്കണം. എന്നിങ്ങനെ നിരവധി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ റീബോഡി നിർമ്മാണം നടത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം രജിസ്ട്രേഷൻ ചെയ്തു കിട്ടുകയുമുള്ളൂ. ഈ വാഹനം കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ബോഡിയിലുണ്ടായിരുന്ന തുരുമ്പോ അല്ലെങ്കിൽ മറ്റ് പായൽ പോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൻ്റെ ചേസിലോ ഇതിൻ്റെ ചാനലുകളിലോ കണ്ടിട്ടില്ല. നല്ല കണ്ടീഷനിലുള്ള വാഹനം തന്നെയാണ് ഇത്. ഈ വാഹനത്തിൻ്റെ ഓണറുടെ താൽപ്പര്യപ്രകാരം കൊണ്ടോടി മോഡലിലുള്ള കവിളുകളാണ് ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും കൊണ്ടോടി കവിളാണ് ഉപയോഗിക്കുന്നത്. തൈശ്ശേരി എന്ന ബസിൻ്റെ പഴയൊരു ഗ്ലാസ് ഉപയോഗിച്ചാണ് ഈ വാഹനത്തിൻ്റെ ഗ്ലാസ് ഫ്രെയിം നിർമ്മിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ സൈഡിലെ ക്രോസ് പൈപ്പുകൾ എല്ലാം തന്നെ ഫിറ്റ് ചെയ്ത് വെൽഡ് ചെയ്യുന്നു. ഈ വാഹനം ഇവരുടെ സർവീസിന് വേണ്ടി ഉപയോഗിക്കുവാനാണ് പുനർനിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കുറവും വരാതെയാണ് പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ബസിൻ്റെ സ്ട്രക്ചർ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇവയെല്ലാം നല്ലതുപോലെ വെൽഡ് ചെയ്യുക എന്ന ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊണ്ടോടി മോഡലുള്ള ബാക്ക് കവൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ പണി പൂർത്തിയായതിനു ശേഷം അപ്പോക്സി പ്രൈമർ അടിച്ചതിനു ശേഷമാണ് ഈ വാഹനത്തിലെ സൈഡ് തകിട് ഫിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ജോലികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒറ്റ നീളത്തിലുള്ള തകിടുകളാണ് ഇരുവശങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ഗം ഉപയോഗിച്ച് അല്ലെങ്കിൽ പശ ഉപയോഗിച്ച് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് തകിടുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്.
നല്ല ക്വാളിറ്റിയുള്ള തകിടുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ സൈഡുകൾ കവർ ചെയ്യുന്നത്. രണ്ട് എയർ ഡോറുകളാണ് ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അളവിലാണ് ഫുട് ബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഈ തകിട് ഫിറ്റ് ചെയ്തതിനു ശേഷം ഫുട് ബോർഡ് വരുന്ന ആ ഗ്യാപ്പ് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. സൈഡ് തകിട് ഫിറ്റ് ചെയ്തതിനു ശേഷം അതിന് താഴോട്ടുള്ള തകിടുകൾ എല്ലാം ഫിറ്റ് ചെയ്ത് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ പല രീതിയിലുള്ള വീലാർച്ചുകൾ അവൈലബിൾ ആണ്. സ്റ്റീൽ കൊണ്ടുള്ള വീലാർച്ചുകൾ, റബ്ബർ കൊണ്ടുള്ള വീലാർച്ചുകൾ, ഫൈബർ ഉപയോഗിച്ചുള്ള വീലാർച്ചുകൾ എല്ലാം അവൈലബിൾ ആണ്. ഈ വാഹനത്തിൽ ഫൈബർ ഉപയോഗിച്ചുള്ള വീലാർച്ചുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഗ്ലാസ് ഫ്രെയിമിന് മുകളിൽ വരുന്ന ഭാഗം ഫൈബർ ചെയ്യുന്ന മോൾഡാണ് ഈ കാണുന്നത്. വീലാർച്ചുകളും ഗ്ലാസ് ഫ്രെയിമിൻ്റെ കവറും ഡാഷ്ബോർഡും എല്ലാം തന്നെ ഇവിടെ ഫൈബർ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. കൊണ്ടോടി മോഡലിലുള്ള ഫ്രണ്ട് കവളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ഷട്ടറുകളുടെ കവറുകളുടെ ഫിറ്റിംഗ് ആണ് ഇനിയും ചെയ്യാനുള്ളത്. ഗ്ലാസ് ഫ്രെയിമിന് മുകൾ ഭാഗം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഫൈബറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഷട്ടർ കവറുകളുടെ പണികളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സൈഡ് ഉരുൾ തകിടുകളുടെ വെൽഡിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വലുപ്പത്തിലുള്ള ഒരു ഡോറാണ് ഡ്രൈവർ സൈഡിൽ വന്നിരിക്കുന്നത്. മറ്റ് വെൽഡിംഗ് വർക്കുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ബസിൻ്റെ പുറം ഭാഗത്തുള്ള എല്ലാ വർക്കുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സൈഡ് റീപ്പകൾ, ഡോറിൻ്റെ റെയിൻ ഗാർഡുകൾ എല്ലാം തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗ്ലാസ് ഫ്രെയിമിൻ്റെ വർക്കുകൾ, ഫ്രണ്ട്, ബാക്ക് എന്നീ കവിളുകൾ എല്ലാം തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ബാക്കിയുള്ള ബോഡി നിർമ്മാണവും പെയിൻറ്റിംഗ്, ഇലക്ട്രിക് വർക്കുകളും എല്ലാം ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റു വീഡിയോകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.